വാർത്തകളിലേക്ക് വിശദമായി. ലഹരി വ്യാപനത്തിനെതിരെ സ്കൂളുകളിൽ സുംബ ഡാൻസിനുള്ള സർക്കാർ നിർദ്ദേശം വിവാദത്തിൽ. സുംബ ഡാൻസ് അഭ്യസിക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി. അല്പവസ്ത്രം ധരിച്ച് ആണും പെണ്ണും ഒന്നിച്ചു തുള്ളാനല്ല സ്കൂളുകളിൽ കുട്ടികളെ വിടുന്നതെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിലപാടെടുത്തതോടെയാണ് സർക്കാർ ഉത്തരവ് വിവാദത്തിലായത്. സൂംബ ഡാൻസ് അഭ്യസിപ്പിക്കുന്നത് DJ പാർട്ടിയുടെ തുടക്കമാണെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വ്യക്തമാക്കിയത്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ ലഘുവ്യായാമവും സൂംബ ഡാൻസും സംഘടിപ്പിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് സഹിതമായിരുന്നു അഷ്റഫിന്റെ പോസ്റ്റ്. മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. ആണും പെണ്ണും കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്ന സംസ്കാരം പഠിക്കാനല്ല. അധ്യാപകനായ താനും വിദ്യാർത്ഥിയായ മകനും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. വിയോജിപ്പുള്ളവരെയും സൂംബ ഡാൻസ് കളിക്കാൻ നിർബന്ധിതരാക്കുകയാണെന്നും അഷ്റഫ് ആരോപിച്ചു. ശരിയായ രീതിയിൽ കുട്ടികൾക്ക് ഈ മെന്റൽ സ്ട്രെസ് കുറക്കാൻ ആവശ്യമായ എക്സർസൈസും കാര്യങ്ങളും ചെയ്യാൻ പാഠ്യപദ്ധതിയിൽ സംഗതിയുണ്ട്. പക്ഷെ അതിന് അധ്യാപകരെ വെക്കുക എന്നുള്ളത് സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല. അതിനു പകരം നമുക്ക് എവിടെയും എന്റെ അന്വേഷണത്തിൽ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ലഹരിക്കെതിരിൽ സൂംബ ഡാൻസ് എന്ന രീതിയിൽ വിദ്യാലയങ്ങളിൽ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ലോകത്തെവിടെയും ഞാൻ കണ്ടു. യാതൊരു പഠനത്തിന്റെയും അടിസ്ഥാനത്തിലല്ല സർക്കാർ തീരുമാനമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. മാനസിക പിരിമുറുക്കം കുറയ്ക്കാനാണെങ്കിൽ ആവശ്യത്തിന് കായിക അധ്യാപകരെ നിയോഗിക്കുകയാണ് വേണ്ടതെന്നും PK നവാസ് പറഞ്ഞു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇവർ പറയുന്നത് മാനസികമായ ഒരു ഉല്ലാസത്തിനോ സംതൃപ്തിക്കോ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കായിക അധ്യാപകർ നിയമിക്കപ്പെടാൻ കഴിയാതെ കായിക മേഖല മുടങ്ങിക്കിടക്കുന്ന സ്കൂളുകളാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളും. അതിന് പരിഹാരം കാണാതെ സൂംബ ഡാൻസ് കൊണ്ടുവരുന്നത് ഏത് തരത്തിലുള്ള ഉല്ലാസമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ കൃത്യമായി മനസ്സിലാക്കിയാണ് പൊതുവിദ്യാലയങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും TK അഷ്റഫ് പറഞ്ഞ വാചകങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും DYFI നേതാവ് V വസീഫ് പറഞ്ഞു. അത്തരം കാര്യങ്ങൾ മതം പ്രചരിപ്പിക്കാൻ മാത്രം പറഞ്ഞാൽ മതിയെന്നും വസീഫ് വ്യക്തമാക്കി. ശാസ്ത്രീയ അടിത്തറ എന്നുള്ളതൊക്കെ അതുമായി വ്യക്തപ്പെടുത്തേണ്ടതുമെല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പാണ്. അത് അവർ അതിൻ്റെതായ രീതിയിൽ പറയും. പക്ഷെ ഇവിടെ ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക്, നമ്മൾ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇത് നോക്കി കാണുമ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെല്ലാം പുരോഗമനപരമാണ്. അതിനെ സങ്കുചിത കാഴ്ചപ്പാടോടുകൂടി കണ്ട്, മതപരമായ കണ്ണോടുകൂടി കണ്ട് എല്ലാം ഇങ്ങനെ കമന്റ് അടിക്കുകയും, അതും പ്രത്യേകിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ വാചകങ്ങളെല്ലാം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന വാചകങ്ങളല്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സുംബ നൃത്തത്തിൽ ആണും പെണ്ണും ഒരുമിച്ച് ആടിപ്പാടുന്ന പ്രക്രിയയാണ് സർക്കാർ കൊണ്ടുവരുന്നതെന്ന ആരോപണവുമായി SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ. ലഹരിക്കെതിരെ നല്ല ബോധവൽക്കരണമാണ് ആവശ്യം. സ്കൂളുകളിലെ സുംബ നൃത്തം പ്രായോഗികമായി അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു. പാശ്ചാത്യ നൃത്ത സംഗീതങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു പ്രത്യേക രീതിയിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആടിപ്പാടിയുള്ള ഒരു വിനോദമാണ്. ഇത് എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു പദ്ധതി എന്ന രീതിയിലാണ് സ്കൂളുകളിൽ ഇത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നത്. ലക്ഷ്യമായി പറയുന്നത് ലഹരി മുക്ത സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ്. ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ബാധിച്ച ഏറ്റവും വലിയ അപകടകരമായ മാരകമായ ഒരു വിപത്താണ്. അതിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാൻ ഇത്തരമൊരു രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഇത് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയുള്ള ഒരു പ്രക്രിയ നമ്മുടെ യുവസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ലഹരിയിൽ നിന്ന് ജനങ്ങളെ മുക്തമാക്കുന്നതിന് ഏറ്റവും പ്രധാനമായി നല്ല ബോധവൽക്കരണമാണ് ആവശ്യം. സുംബയ്ക്കെതിരായ സമസ്ത യുവജന വിഭാഗത്തിന്റെ നിലപാടിനെതിരെ മന്ത്രി R ബിന്ദു രംഗത്ത്. കാലത്തിനനുസരിച്ച് മാറി ചിന്തിക്കാൻ എല്ലാവരും തയ്യാറാകണം. മാനസികവും ശാരീരികവുമായി ഊർജം നൽകുന്നതാണ് സുംബ. കുട്ടികൾ അത്യാഹ്ലാദപൂർവ്വമാണ് സുംബ ഏറ്റെടുത്തിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല. അടിയന്തരാവസ്ഥ നടപ്പിലാക്കി ഇന്ദിരാഗാന്ധി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് RSS നേതാവിന്റെ വിവാദ പരാമർശം. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. दूसरा है, ऐसे करने वाले लोगों के आज संविधान को प्रति लेकर घूम रहे हैं, तो उनको बताना पड़ेगा भाई आज तक आपने इसके बारे में हिंदुस्तान के लोगों के सामने क्षमा नहीं मांगी, माफी नहीं मांगी है, मांगना पड़ेगा उनको. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനാചരണ ചടങ്ങിനിടെയാണ് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുടെ പ്രസ്താവന.
രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ കോൺഗ്രസ് മാപ്പ് പറയണം. മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ പദങ്ങൾ ഭരണഘടനയിൽ തിരുകിക്കയറ്റിയതാണെന്നും ഈ വാക്കുകൾ തുടരണമോ എന്ന് ചിന്തിക്കണമെന്നുമായിരുന്നു പരാമർശം. രാജ്യത്തിനു വേണ്ടി കോൺഗ്രസ് മാപ്പ് പറയണമെന്നും ദത്താത്രേയ പറഞ്ഞു. ദത്താത്രേയ ഹൊസബല്ലയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തു വന്നു. RSS ഒരിക്കലും ഭരണഘടനയെ അംഗീകരിച്ചിട്ടില്ലെന്നും മനുസ്മൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടല്ല അത് തയ്യാറാക്കിയതെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുടെ പരാമർശം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മതനിരപേക്ഷതയും സോഷ്യലിസവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന RSS ആവശ്യം മതരാഷ്ട്രവാദത്തിന് വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദത്താത്രേയ ഹൊസബല്ലയുടെ ആഹ്വാനം ഇന്ത്യൻ റിപ്പബ്ലിക്കിനോടുള്ള വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പെന്ന് ഹൈക്കോടതി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് DK സിംഗിന്റെ വിമർശനം. നിയമനത്തിന് ലക്ഷങ്ങളാണ് മാനേജർമാർ വാങ്ങുന്നത്. സർക്കാർ അഴിമതിക്ക് അവസരമൊരുക്കുകയാണോ എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് കോടതി ചോദിച്ചു. സർക്കാർ ഗവർണർ തർക്കം രൂക്ഷമാകുന്നതിനിടെ കേരള സർവകലാശാലയ്ക്കെതിരെ രാജ്ഭവന്റെ പുതിയ നീക്കം. ഗവർണർ പങ്കെടുത്ത പരിപാടി തടസ്സപ്പെടുത്തിയത് എന്തിനെന്ന് വിശദീകരിക്കാൻ വൈസ് ചാൻസലറോട് ഗവർണർ ആവശ്യപ്പെട്ടു. സെനറ്റ് ഹാളിലെ പരിപാടിയിൽ സംഘാടകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സർവകലാശാല സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ സിൻഡിക്കേറ്റും രജിസ്ട്രാറും ബോധപൂർവ്വം ശ്രമിച്ചു എന്ന വിലയിരുത്തലാണ് രാജ്ഭവൻ. ഗവർണർ ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടി നിർത്തിവെക്കാൻ എന്തിനാവശ്യപ്പെട്ടെന്നാണ് ചോദ്യം. സർവകലാശാല രജിസ്ട്രാർ നേരിട്ട് സെനറ്റ് ഹാളിലെത്തിയാണ് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. ഇതിലും ക്യാമ്പസിലുണ്ടായ സംഘർഷത്തിലും കടുത്ത അതൃപ്തിയാണ് ഗവർണർക്ക്. സർവകലാശാലയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പരിപാടി നടത്തിയതിനാണ് സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതിക്കെതിരെ സർവകലാശാല നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. മതപരമായ ആരാധനകളോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ പാടില്ല എന്ന നിബന്ധനയോടെയാണ് പരിപാടിക്ക് അനുമതി നൽകിയത്. ഇത് ലംഘിച്ചുകൊണ്ടുള്ള സംഘാടകരുടെ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ രജിസ്ട്രാർ നേരിട്ടെത്തി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടു. അത് ലംഘിച്ച് അനധികൃതമായി ഹാൾ ഉപയോഗിച്ചതിനാലാണ് രജിസ്ട്രാർ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സർവകലാശാലയുടെ മതനിരപേക്ഷ നിലപാടാണ് സംഘാടകർ ലംഘിച്ചതെന്നും സർവകലാശാല. ന്യൂസ് 18 തിരുവനന്തപുരം. സർവകലാശാലയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് നിയമാവലി പ്രകാരമെന്ന് മന്ത്രി R. ബിന്ദു. മതനിരപേക്ഷത സംരക്ഷിക്കണമെന്നുണ്ട്. ഇതുപ്രകാരമാണ് സർവകലാശാല രജിസ്ട്രാർ നോട്ടീസ് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് നിരോധിക്കൂവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഇക്കാര്യത്തിൽ BJP വെല്ലുവിളിക്കുന്നു. കോൺഗ്രസും CPM-ഉം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെങ്കിലും അത് നടപ്പാക്കണം. ഭാരത് മാത കഴിഞ്ഞിട്ടേയുള്ളൂ രാജ്ഭവനെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. രാജ്ഭവനെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഗവർണറുടെ ഇടപെടൽ അംഗീകരിക്കാനാകില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഭരണഘടനാ വിരുദ്ധമായ നിലപാട് തിരുത്താൻ ഗവർണർ തയ്യാറാകണമെന്നും KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളിൽ അതൃപ്തി അറിയിച്ചു ഹൈക്കമാൻഡ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളെ അനാവശ്യ തർക്കങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. തർക്കങ്ങൾ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശവുമായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം വൈകിട്ട് KPCC ആസ്ഥാനത്ത് മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് സ്വന്തം അക്കൗണ്ടിൽ ചേർക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രമിക്കുന്നുവെന്ന വിമർശനവുമായി മറുചേരി രംഗത്തെത്തിയതോടെയാണ് തർക്കങ്ങളിൽ അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം രംഗത്തെത്തിയത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊരുങ്ങുന്ന പാർട്ടിക്ക് അനാവശ്യ തർക്കങ്ങൾ തിരിച്ചടിയായി മാറുമെന്ന് ദേശീയ നേതൃത്വം മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് മുമ്പ് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല തുടങ്ങിയവരുമായി കഴിഞ്ഞ ദിവസം രാത്രി കൂടിക്കാഴ്ച നടത്തി. ക്യാപ്റ്റനാണോ മേജറാണോ എന്ന ചോദ്യത്തിന് സണ്ണി ജോസഫും K. മുരളീധരനും നൽകിയത് ഒരേ മറുപടി. അതേസമയം ഒരു വാക്കുകൊണ്ടും നിലമ്പൂർ വിജയത്തിന്റെ ശോഭ കെടുത്താനാവില്ലെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും പ്രതികരിച്ചു. ഒരു വിജയമാണ് നിലമ്പൂരിലെ ജനത ഞങ്ങൾക്ക് തന്നത്.
അത് മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന് കരുത്തുമായിരിക്കും. കൂടുതൽ മാറ്റുള്ളൊരു വിജയം 2026 കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ UDFന് സാധിക്കും. നേതാക്കളാണ് പറയുന്നത് ഇന്ന ആളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയ വിജയം ഉണ്ടാകുമായിരുന്നു. അല്ല, അതിനെല്ലാം മറികടന്നിട്ടാണ് അവിടുത്തെ ജനത ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു വലിയ രാഷ്ട്രീയ വിജയമാണ്. ഒരു പൊളിറ്റിക്കൽ സക്സസ് ആണ്. അത് തീർത്തും രാഷ്ട്രീയ പോരാട്ടം, അതിൽ നൽകിയ വലിയ വിജയം. അതിന്റെ മാറ്റ് കുറക്കാൻ വേറെ ഒന്നിനും കഴിയില്ല, ഒരു വാർത്തക്കും കഴിയില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കടുത്ത വിമർശനമുയർന്നതായാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. നിലമ്പൂരിന്റെ MLA ആയ ആര്യാടൻ ഷൌക്കത്ത് ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാരായ K രാജൻ, MP രാജേഷ് അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ ആര്യാടൻ ഷൌക്കത്ത് പിതാവിനെ പോലെ താനും നല്ല സാമാജികനായി പ്രവർത്തിക്കും, വിവാദങ്ങൾക്ക് പിന്നാലെ പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു വിവാദത്തിനും ഞാൻ പിന്നാലെ പോയിട്ടില്ല. കാരണം ഒന്ന്, നിലമ്പൂരിൽ വിവാദങ്ങൾക്ക് പിന്നാലെ പോയി സമയം കളയുന്നതിനേക്കാളും എൻ്റെ ശബ്ദവും എൻ്റെ ശ്രദ്ധയും ഒക്കെ നിലമ്പൂരിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പരമാവധി സമയം നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഉപയോഗിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതനുസരിച്ചായിരിക്കും എൻ്റെ പ്രവർത്തനം. വിവാദ പരാമർശത്തിൽ ഉറച്ചുനിന്നും അൻവർ വിഷയത്തിൽ നിലപാട് തിരുത്തിയും MV ഗോവിന്ദൻ. RSS കൂട്ടുകെട്ട് പരാമർശം വോട്ട് കുറച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഘടകമായി എന്ന് തിരുത്തുകയും ചെയ്തു. CPM വോട്ടും അൻവർ പിടിച്ചുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. MR അജിത് കുമാറിനെ UPSC ലിസ്റ്റിൽ ഒഴിവാക്കിയതിൽ സന്തോഷമെന്ന് PV അൻവർ. അജിത് കുമാറിനെ കൈയയച്ച് സഹായിക്കുന്നതിനെതിരെ CPMനകത്ത് ചോദ്യമുയർന്നത് നല്ല കാര്യമെന്നും അൻവർ പറഞ്ഞു. 404 ദുരന്ത ബാധിതർക്ക് 1,70,00,000 വീതം കൊടുക്കാനുള്ള പണം സർക്കാരിന്റെ അക്കൗണ്ടിലുണ്ട്. നിർമ്മാണം ഊരാളുങ്കലിന് നൽകിയതും അഴിമതി നടത്താൻ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള മാഫിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുവെന്നും അൻവർ ആരോപിച്ചു. മുഖ്യമന്ത്രിയോ പാർട്ടിയോ തന്നെ വിമർശിച്ചിട്ടില്ലെന്ന് MV ഗോവിന്ദൻ. സെക്രട്ടറിക്കെതിരായ വിമർശനം എന്നാൽ പാർട്ടിക്കെതിരായ വിമർശനമാണ്. പാർട്ടി സെക്രട്ടറിയെ സംസ്ഥാന കമ്മിറ്റി വിമർശിച്ചു. പിണറായി വിജയൻ ശാസിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ. തെറ്റായ വാർത്തകൾക്കെതിരെ മാതൃഭൂമിക്കും മനോരമയ്ക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഹൃദയമിടിപ്പും ശ്വാസവും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം തുടരുകയാണ്. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും CPM നേതാവ് G സുധാകരനും ആശുപത്രിയിലെത്തി VSനെ കണ്ടു. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ.
നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് വാർത്തകൾ തുടരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പേര് മാറ്റുന്നത് എന്തിനെന്ന ചോദ്യവുമായി ഹൈക്കോടതി. ജാനകി എന്നത് ഒരു മതത്തിന്റെ പേരാക്കി മാറ്റുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അടങ്ങിയ ഉത്തരവ് ഹാജരാക്കാൻ സെൻസർ ബോർഡിന് കോടതി നിർദ്ദേശം നൽകി. പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി സിനിമാ സംഘടനകൾ രംഗത്തു വന്നു. മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ജാനകി എന്ന പേരെന്നും അതിനാൽ പേര് മാറ്റാൻ നിർദ്ദേശം നൽകിയെന്നുമാണ് സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ചത്. ജാനകി എന്നത് പൊതുവായി ഉപയോഗിക്കുന്ന പേരല്ലേ എന്നും സിനിമകൾക്ക് എന്ത് പേര് നൽകിയാൽ എന്തെന്നും ഹൈക്കോടതി ചോദിച്ചു. ജാനകി എന്നും ഗീതയെന്നും ഉള്ളത് എല്ലാവരും ഉപയോഗിക്കുന്ന പേരാണെന്നും കോടതി പറഞ്ഞു. മതവിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്ന് സെൻസർ ബോർഡ് വിശദീകരിച്ചു. റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അതേസമയം ചിത്രത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിങ്കളാഴ്ച CBFCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് സിനിമാ സംഘടനകൾ ധർണ നടത്താൻ തീരുമാനിച്ചു. തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് CBFCയുടെ റീജിയണൽ ഓഫീസിന്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരപരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഞങ്ങളുടെ സഹോദര സംഘടനകൾ പങ്കെടുക്കും. ഇത് ഫെഫ്ക മാത്രം നടത്തുന്ന ഒരു സമരപരിപാടിയല്ല, ഇതൊരു സംയുക്ത സമരപരിപാടിയാണ്. അതിൽ നിർമ്മാതാക്കളുടെ സംഘടന പങ്കെടുക്കും. നടീനടന്മാരുടെ സംഘടനയായ, അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രാതിനിധ്യവും അതിലുണ്ടാകും. ജാനകി സിനിമയെ സംബന്ധിച്ച കാര്യമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ലെന്ന് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പ്രസിഡന്റ് രഞ്ജി പണിക്കർ വ്യക്തമാക്കി. ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കോ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരു തവണ ഉണ്ടായാൽ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച ഒരു കാലാവധിയെ സംബന്ധിച്ച ആശങ്കയും സമ്മർദ്ദവും ഒരു വഴങ്ങിക്കൊടുക്കലിന് വഴിയൊരുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. CBFC മാനദണ്ഡങ്ങളിലും മാർഗരേഖകളിലും വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകുവാനും സിനിമാ സംഘടനകൾ തീരുമാനിച്ചു. ന്യൂസ് 18 കൊച്ചി. നടൻ ജയസൂര്യയുടെ ചിത്രം പകർത്താൻ ശ്രമിച്ചതിന് ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്തു. കൊട്ടിയൂരിലാണ് ഫോട്ടോഗ്രാഫർ സജീവനെ മർദ്ദിച്ചത്. കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ജയസൂര്യയുടെ കൂടെ വന്ന 3 പേർ സജീവനെ തടഞ്ഞുവെച്ചെന്നും മർദ്ദിച്ചു എന്നുമാണ് FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കൂടാതെ മരിച്ച ആഷിർ നന്ദയുടെ പാലക്കാട് തച്ചനാട്ടുകരയിലെ വീട് സന്ദർശിച്ച കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ വീട്ടുകാരിൽ നിന്നും വിവരങ്ങൾ തേടി. സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരി ആഷിർ നന്ദയുടെ മരണത്തിൽ വ്യാപക പ്രതിഷേധങ്ങളും മറ്റും ഉയർന്നതിന് പിന്നാലെയാണ് സംഭവത്തിൽ അന്വേഷണവുമായി ബാലാവകാശ കമ്മീഷനും രംഗത്തെത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ മരണത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തച്ചനാട്ടുകര ചോളോടുള്ള കുട്ടിയുടെ വീടും ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ, കമ്മീഷൻ അംഗം KK ഷാജു എന്നിവർ സന്ദർശിച്ചു. നിരവധി CBSE സ്കൂളുകളിൽ സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്നും കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. ഞങ്ങളിപ്പോഴും മനസ്സിലാക്കിയത് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് ഉള്ള വരെ കാര്യങ്ങളാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. വിവിധ മേഖലയിലുള്ള ആളുകൾ, ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളോട് പങ്കിട്ടിട്ടുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് ഇത്തരം സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം അടക്കം ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ കമ്മീഷൻ കൃത്യമായ ഇടപെടലുകൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. മരണത്തെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന മാനസികാഘാതം കണക്കിലെടുത്ത് പെൺകുട്ടിയുടെ സഹപാഠികൾക്കും സ്കൂൾ ബസ്സിൽ ഒപ്പമുണ്ടാകാറുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും തിങ്കളാഴ്ച മുതൽ കൗൺസിലിംഗ് നൽകണമെന്ന് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന് ചെയർമാൻ നിർദ്ദേശം നൽകി.
കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തുന്ന അന്തരീക്ഷം സ്കൂൾ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം. വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമായ നടപടികൾ എടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇതിനിടെ കുട്ടിയുടെ പിതാവും ബാലാവകാശ കമ്മീഷന് രേഖാമൂലം പരാതി സമർപ്പിച്ചു. അതേസമയം പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം പോലീസ് പരിശോധിക്കും. മാത്രമല്ല, മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും മൊഴിയും രേഖപ്പെടുത്തും. ന്യൂസ് 18 പാലക്കാട്. ശക്തമായ മഴയെ തുടർന്നുള്ള കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 4 മരണം. കൊടകരയിൽ കെട്ടിടം തകർന്നു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. എറണാകുളം മാറാടിയിൽ മധ്യവയസ്കൻ കനാലിൽ വീണ് മരിച്ചു. സംസ്ഥാനത്തെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. പാലക്കാട് മലമ്പുഴ ഡാമും വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമും തുറന്നു. 2 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് പ്രവചനം. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. എറണാകുളം മാറാടി പഞ്ചായത്ത് 4-ാം മൈലിൽ കനാലിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. ചന്തപ്പറമ്പിൽ അയ്യപ്പനാണ് മരിച്ചത്. ഇടുക്കി കട്ടപ്പന വലിയ തൊവളാമെട്ട് നെല്ലിക്കൽ വിജയന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ജലനിരപ്പ് ഉയർന്നതിനാൽ പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴയാർ തീരങ്ങളിലേക്കുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോതമംഗലത്തിന് സമീപം വെറ്റിലപ്പാറയിൽ വീട് നിലംപൊത്തി 2 പേർക്ക് പരിക്കുണ്ട്. വെറ്റിലപ്പാറ ദശലക്ഷം കോളനിയിലെ കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. മണികണ്ഠൻ ചാൽ, ചപ്പാത്തിൽ യാത്രയ്ക്കിപ്പോഴും വഞ്ചിയാണ് ആശ്രയം. കനത്ത മഴയിൽ പാലക്കാട് കൊടുന്തിരപ്പുള്ളിയിൽ കളപ്പറമ്പ് സ്വദേശി നിലാവൂർ നിസയുടെ വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ട്. കാരശ്ശേരി, കൂടരഞ്ഞി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പാലക്കാട് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2359.46 ആണ്. സംഭരണശേഷിയുടെ 53.82%. ഭൂതത്താൻകെട്ട ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ തുറന്നേക്കുമെന്ന് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കി പനംകുട്ടിയിൽ യുവാവ് ചാപ്പാത്ത് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി. പനംകുട്ടി സ്വദേശിയാണ് കുത്തൊഴുക്കുള്ള മുതിരപ്പുഴ ആറിലേക്ക് എടുത്തു ചാടിയത്. വെള്ളത്തൂവൽ പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തുകയാണ്. കോതമംഗലത്ത് അമിത വേഗതയിലെത്തിയ KSEB വാഹനമിടിച്ച് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. തൃക്കാരിയൂർ സ്വദേശി തങ്കപ്പനാണ് മരിച്ചത്. കരീംപാറയിൽ നിന്ന് കോതമംഗലത്തേക്ക് പോവുകയായിരുന്ന KSEB വാഹനം അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ചേലാട് സെന്റ് സ്റ്റീഫൻ ബെസ് ആനിയ ജോക്കബിറ്റ് പള്ളിക്ക് മുന്നിലായിരുന്നു അപകടം നടന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട KSEB വാഹനം വൈദ്യുത പോസ്റ്റും വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനവും ഇടിച്ചു തെറിപ്പിച്ചു. ന്യൂസ് 18 അന്വേഷണം കപ്പൽ ചതി. പരമ്പരാഗത മത്സ്യബന്ധന മേഖലയിൽ അല്പമെങ്കിലും വരുമാനം കിട്ടുന്ന കാലമാണ് ട്രോളിംഗ് നിരോധന കാലം. കയ്യിലുള്ളതും കടം വാങ്ങിയതും ചേർത്താണ് ഓരോ മത്സ്യത്തൊഴിലാളിയും തങ്ങളുടെ വള്ളങ്ങൾ ഈ സീസണിൽ കടലിലിറക്കുന്നത്. ആറാട്ടുപുഴ സ്വദേശി സജീറിന് കപ്പൽ കണ്ടെയ്നറിലുടക്കി കടലിൽ നഷ്ടമായത് 300 കിലോ വലയാണ്. 60 തൊഴിലാളികൾക്ക് 2 ലക്ഷത്തോളം രൂപ കൂലി ഇനത്തിൽ നൽകിയാണ് കീറിയ വല സജീർ ശരിയാക്കിയത്. വലയ്ക്ക് ചിലവായതാകട്ടെ 3 ലക്ഷം രൂപയും. വൻ നഷ്ടം മൂലം കടലിൽ പോലും ഇറക്കാനാകാതെ കായംകുളം കായലിൽ കെട്ടിക്കിടക്കുകയാണ് സജീറിന്റെ മിന്നൽ കൊടി എന്ന വള്ളം. നമ്മളിപ്പോൾ ഉള്ളത് കായംകുളം കായലിലാണ്. ആറാട്ടുപുഴ ഭാഗത്തുള്ള മിന്നൽക്കൊടി എന്ന വള്ളം, ആ വള്ളത്തിനും സമാനമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഇവരും മത്സ്യബന്ധനത്തിന് പോയപ്പോൾ ഇത്തരത്തിൽ വല നഷ്ടപ്പെടുകയും 4 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വള്ളം കായംകുളം കായലിലാണുള്ളത്. വള്ളത്തിന്റെ ഉടമ സജീർ നമ്മളോടൊപ്പം ഉണ്ട്. എന്തായിരുന്നു സാഹചര്യം, എന്തായിരുന്നു അന്ന്? നമ്മള് വല കോരിയപ്പോൾ മീനെ കണ്ട് വല കോരിയപ്പോഴത്തേക്ക് വലയിൽ ഈ സാധനം ഉടക്കിയതാണ്. ഉടക്കിയിട്ട് വല കീറി വല നഷ്ടപ്പെട്ടു.
ഷിപ്പിന്റെ ഭാഗങ്ങൾ, കണ്ടെയ്നറിന്റെ ഭാഗങ്ങൾ തന്നെയാണെന്നാണോ? അവിടെ വേറെയുള്ള ഉടക്കില്ല. ബാക്കിയുള്ള ഉടക്കൊക്കെ നമ്മുടെ GPS നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉടക്കൊന്നും ഇതിനു മുമ്പ് ഇല്ലാത്ത സ്ഥലത്ത് നോക്കിയാണ് നമ്മൾ കോരുന്നത്. അങ്ങനെ കോരിയപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അന്നേരം ഞങ്ങൾ ഈ 2 വള്ളമാണ് അന്നത്തെ ദിവസം സംഭവിച്ചത്. മഹാദേവൻ എന്ന് പറഞ്ഞ വള്ളവും മിന്നൽക്കുടി വള്ളത്തിലും അത് സംഭവിച്ചിരിക്കുന്നത്. വള്ളങ്ങളിൽ ഇത്തരത്തിൽ ഉടക്കുണ്ടാകുന്ന മേഖല നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ അല്ലാത്ത ഇടങ്ങളിൽ, അതായത് ഇതുവരെ അവർക്കൊരു പ്രതിസന്ധി ഇല്ലാത്ത ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഭാരമുള്ള വസ്തുക്കളിൽ വല കുടുങ്ങുകയും പിന്നീട് ആ വല ഉയർത്താൻ പോലും കഴിയാത്ത രീതിയിൽ അവർക്ക് മുറിച്ച് മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് മിന്നൽക്കൊടി എന്ന് പറഞ്ഞ ബോട്ടാണ്. ഈ ബോട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചക്കാലമായി പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവരുടെ കായംകുളം കായലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെ ഇവരെല്ലാവരും തന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായൊരു മറുപടി ഈ വിഷയം എങ്ങനെ പരിഹരിക്കും എന്നതിനെ സംബന്ധിച്ച് അവർക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരം. എന്തായാലും സർക്കാർ ഈ വിഷയം വളരെ ഗൌരവത്തോടുകൂടി ശ്രദ്ധയിൽപ്പെടുത്തണം. വളരെ ശോചനീയമായ സാഹചര്യത്തിലൂടെയാണ് കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കടന്നുപോകുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓരോ മത്സ്യത്തൊഴിലാളിയും പെടാപ്പാടുപെടുകയാണ്. അതിനിടയിലാണ് കപ്പലപകടത്തിന്റെ അവശേഷിപ്പുകൾ അവരെ കാര്യമായി ബാധിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ വള്ളങ്ങൾക്കും ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ കായംകുളത്തു നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,405 രൂപ, പവന് 59,240 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോയ്ക്ക് 1,18,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ഭവ്യ ചേരും.